പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ. അടിയന്റെ ഹൃദയത്തിലേക്കും ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കും ആത്മാവിറങ്ങി കർത്താവ് ഇന്ന് വചനം ഗ്രഹിച്ച് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യജീവൻ അവകാശികളായി തീരത്തക്കോണം മാറ്റങ്ങളെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ഹൃദയത്തിൽ പതിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവയാണല്ലോ, സജീവമാണല്ലോ. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് ധാരാളമായി നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് വന്നിട്ട് വചനം തരണം, വാക്കുകളെ തരണം, നീ തരുന്ന ആശയങ്ങൾ തരണം. ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സമൂഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നു എന്നത് യുക്തമാണ്. കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എനിക്ക് പങ്കുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും. പൗലോസ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് നമ്മളെക്കുറിച്ച്, ഫിലിപ്പിയക്കാരെക്കുറിച്ച് പൗലോസിന് പ്രത്യേക ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഹൃദയത്തിൽ സമൂഹിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആൾക്കാരെ പൗലോസ് ഹൃദയത്തിൽ സമൂഹിക്കുന്നു. കാരണം നിങ്ങൾ എല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. പൗലോസിന് ദൈവം കൃപ കൊടുത്തു. പൗലോസിന് കിട്ടിയ ആ കൃപയിൽ നമ്മളും പങ്കുകാരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൃപകളെ ഇങ്ങനെ ഒഴുക്കി നമുക്ക് തരികയാണ്. നമുക്കും കിട്ടുന്നു. എന്തെല്ലാം കൃപകളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ പൗലോസിന് കിട്ടിയ കൃപയിൽ നമ്മളും പങ്കുകാരാകുന്നത് കൊണ്ട് പൗലോസ് പറയുന്നത് പൗലോസിൻ്റെ ഹൃദയത്തിൽ നമ്മളെ സംവഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും പങ്കുകാരാണ്. പൗലോസ് ബന്ധനത്തിൽ ആയിരിക്കുകയാണ്, അതിൽ നമ്മൾ പങ്കുകാരാണെന്നാണ് പറഞ്ഞത്. ബന്ധനം എന്ന് പറയുന്നത് പൗലോസ് ബന്ധിക്കപ്പെട്ട കാരാഗൃഹത്തിൽ കിടക്കുന്ന അവസരത്തിലാണ് ഫിലിപ്പിയ ലേഖനം എഴുതിയത്. കാരാഗൃഹത്തിൽ കിടന്ന അവസരത്തിൽ എഴുതിയ ലേഖനങ്ങൾ 3-4 അതിലൊന്നാണ് ഫിലിപ്പിയ ലേഖനം. അത് റോമിലെ കാരാഗൃഹത്തിൽ കിടന്ന് എഴുതി എന്നാണ് പണ്ഡിത അഭിപ്രായം. അതിൽ നമ്മൾ പങ്കുകാരാണ്. പൗലോസ് ബന്ധനസ്ഥനായതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് പൗലോസ് ബന്ധനസ്ഥനായത് എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ പൗലോസിന് സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, സുവിശേഷ സംരക്ഷണത്തിന് പ്രവർത്തിക്കേണ്ടി വന്നു. അത് നമുക്ക് എൻ്റെ വിശദമായ കാര്യം നമുക്ക് ചിന്തിക്കാം. സ്ഥിരീകരണം ഉറപ്പിക്കണം. ചിലർ വിശ്വാസത്തിൽ വന്ന് പെട്ടെന്ന് അങ്ങ് മാറി പോകും. ആ വിശ്വാസത്തിൽ അവർ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കണം. അതിനൊക്കെ പൗലോസ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ബന്ധനത്തിലെന്ന് പറയുന്നതിൻ്റെ കാരണം പൗലോസ് ബന്ധനസ്ഥനായിരുന്ന കാലത്താണ് ഇത് എഴുതിയത്. ക്രിസ്തുവിനെ പ്രതിയാണ് ബന്ധനസ്ഥനായത് എന്ന് നമ്മൾ ഓർക്കണം. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിലിട്ടെന്ന് പറയുന്നതല്ല ഇത്. നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകും, ബന്ധനങ്ങളും ഉണ്ടാകാം. കാരാഗൃഹ ബന്ധനമല്ലാതെ വേറെ രീതിയിലുള്ള ബന്ധനങ്ങളും ഉണ്ടാകാം. അതെല്ലാം ക്രിസ്തുവിനെ പ്രതിയുള്ള ബന്ധനങ്ങളായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സഹിച്ചിട്ട് എന്തുവാ കാര്യം? എല്ലാം നാം ക്രിസ്തുവിനെ പ്രതി സഹിക്കണം. ഫിലിപ്പിയർ 1:13 വാക്യത്തിൽ ഇനി നമ്മൾ പിന്നീട് ചിന്തിക്കുന്ന വാക്യമാണ്. അതിൽ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന് പ്രത്തോറിയം മുഴുവനിലും
ശേഷം എല്ലാവർക്കും സുവിദിതമാണ്. അവിടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും, പ്രത്തോറി എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനത്തും അവിടെയുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായൊരു കാര്യമാണ്, ഞാൻ പീഡിതനായത്, ബന്ധനസ്ഥനായത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അപ്പോൾ പൗലോസ് ബന്ധനസ്ഥനാകാനുള്ള കാരണം എന്താണ്? അത് സുവിശേഷ വേല തന്നെ. സുവിശേഷ വേലയ്ക്ക് നമ്മളാരും അത്രയും ഇറങ്ങി പുറപ്പെട്ടില്ല. നമ്മളെ കാരാഗ്രഹത്തിൽ കൊണ്ട് അടയ്ക്കത്തക്കവണ്ണം അത്രമാത്രം മുന്നോട്ട് പോയി നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. ക്രിസ്തുവിന് വേണ്ടി പീഡ സഹിക്കുകയും കൊല്ലപ്പെടുകയും അടികൊള്ളുകയും ഒക്കെ ചെയ്യുന്ന അനേകം ആൾക്കാർ ഇന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഇത് കേൾക്കുന്നു, മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി അവർ മരിക്കാനും തയ്യാറാണ്. നമ്മളും അങ്ങനെ തയ്യാറായി നിൽക്കണം. കൊളോസോസ് 4:3 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുവാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പൗലോസ് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടണം. വചനം ധാരാളം ദൈവത്തിൻ്റെ വാക്കുകളല്ലേ, അതിൻ്റെ ഒന്ന് തുറന്നു കിട്ടണം. അത് വേണം നമ്മളോട് പ്രസംഗിക്കാൻ. തുറന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനങ്ങളുണ്ട്, വെളിപ്പെടുത്തലുകൾ പൗലോസിന് ധാരാളം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കവാടം തുറന്നു കിട്ടിയാലും ധാരാളമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഗ്രഹിക്കാനുള്ള ശക്തി ഇവിടെ വേണം. ഒത്തിരി വായിച്ച് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്രഹണശക്തി ഉണ്ടാകണം. അതും ദൈവം തരും. അപ്പോൾ അതാണ് ഈ വാതിലൊന്ന് തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നത്. പൗലോസ് എന്തൊരു വലിയ പ്രാസംഗികനായിരുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിച്ച ആളാണല്ലോ. വചനം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളോട് പൗലോസ് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കണം. അതാണ് പൗലോസിൻ്റെ വേറൊരു ഉദ്ദേശം. ക്രിസ്തു തന്നെ ഒരു രഹസ്യമാണ്. ദൈവത്തിൻ്റെ രഹസ്യമാണ് യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ഗോഡ് ദ ഫാദർ. ദൈവം മനുഷ്യനായി വന്നവനായി യേശു ക്രിസ്തു. മനുഷ്യനായെന്നുള്ളത് നമുക്കങ്ങ് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരൂപത്തെ കണ്ടല്ലോ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യരൂപത്തിൽ ശരീരം ധരിച്ച് വന്നവനാണ് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ദൈവമാണെന്നർത്ഥം. അതൊരു രഹസ്യമാണ്, നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ രഹസ്യം. മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ കൃപ നമുക്കുണ്ടാകണം. അത് ചിലർക്ക് പ്രയാസമാണ്. യഹൂദന്മാർക്കൊക്കെ അത് വലിയ പ്രയാസമായിട്ട് അവർ മനസ്സിലാക്കിയത്. ഇവനാണോ ക്രിസ്തു എന്നവരങ്ങ് സ്തംഭിച്ച് നിന്ന് പോവുക. അവർക്ക് മനസ്സിലാകുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുക, അതായിരുന്നു ഒന്നാമത്തെ ദൗത്യം. അത് ചെയ്തു. ഇപ്പം അത് മാത്രമല്ല പൗലോസ് ചെയ്യേണ്ടി വരുന്നത്. സുവിശേഷ സംരക്ഷണത്തിന് വേണ്ടിയും പൗലോസ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗിച്ചാൽ ആൾക്കാർ കേൾക്കുന്നു, കുറേ പേരൊക്കെ വിശ്വസിക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വിശ്വസിച്ചതിൽ പലരും തെറ്റിപ്പോകുന്നു, മാറിപ്പോകുന്നു. അവരെ മാറ്റാൻ പരിശ്രമിക്കുന്ന വേറൊരു ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. പൈശാചിക ശക്തി എന്ന് നമുക്കെന്നെ വിശേഷിപ്പിക്കാം. മറ്റാൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും. വ്യാജപ്രവാചകന്മാർ, വ്യാജ അപ്പോസ്തലന്മാരൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കയറി പ്രവർത്തിച്ച് വേറെ ചിലതൊക്കെ പറഞ്ഞ് വിശ്വാസികളായവരെ വഴിതെറ്റിക്കുന്ന ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷയിലേക്ക് കടന്നു വന്നവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുകയും അതിൽ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രവർത്തനം കൂടെ പൗലോസിന് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാണ് പൗലോസിലൂടെ പറയുന്നത്. പത്രോസ് പോലും പൗലോസിൻ്റെ പ്രസംഗത്തിൽ ആ ആശയങ്ങളിൽ നിന്ന്
വ്യത്യസ്തമായ രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കൽ പത്രോസിൻ്റെ മുഖത്ത് നോക്കി പൗലോസിനെ എതിർത്ത് സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഗലാത്യ ലേഖനത്തിൽ ഇക്കാര്യം പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സന്ദർഭം ഇതാണ്. കേപ്പ അന്ത്യോക്യയിലേക്ക് ജെറുസലേമിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ്. ഒരു സന്ദർശനം നടത്തിയെന്ന് അതേ ഉള്ളൂ. അന്ത്യോക്യയിൽ വരുമ്പോൾ പരിച്ഛേദിതരും അപരിച്ഛേദിതരും അവിടെ ഉണ്ട്. അപരിച്ഛേദിതര് വിജാതിർ ക്രിസ്ത്യാനികളായി വന്നവരാ. ജെറുസലേമിലാണെങ്കിൽ ആ പ്രശ്നം അധികം ഇല്ല. അവിടെ എല്ലാവരും യഹൂദര് വിശ്വാസത്തിൽ വന്നവർ മാത്രമാണ്. പരിച്ഛേദിതര്, അപ്പോൾ അവരോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പത്രോസിന് വിഷമമൊന്നുമില്ല. യാക്കോബും എല്ലാവരും യഹൂദരായിരുന്നല്ലോ. അപ്പോൾ അവർ ഭക്ഷണം ഒന്നിച്ച് കഴിക്കും. അന്ത്യോക്യയിൽ വന്നപ്പം പ്രശ്നം, ഇവിടെ അപരിച്ഛേദിതരുണ്ട്, വിജാതിയർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. പത്രോസ് വന്നപ്പോൾ അവരോട് കൂടെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാലേ അന്ത്യോക്യയിലേക്ക് യാക്കോബ് കൂടെ ഒന്ന് വന്നു. യാക്കോബ് യഹൂദൻ്റെ വലിയ അഭിമാനത്തിൽ നിൽക്കുന്ന ആളാണ്. വിജാതിരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ താല്പര്യപ്പെട്ടില്ല. യാക്കോബ് വന്നപ്പോൾ പത്രോസും അങ്ങോട്ടങ്ങ് പിൻവലിഞ്ഞു. വിജാതിരുടെ കൂടെ ഇരിക്കാൻ പത്രോസിനും പ്രയാസം തോന്നി. പൗലോസിൻ്റെ കൂടെ വളരെ തീക്ഷ്ണമായിട്ട് പ്രസംഗിക്കുന്ന ബാർണബാസുണ്ട്. വലിയ ശക്തമായി പ്രസംഗിക്കുന്ന ആളാണ്. പൗലോസിൻ്റെ ആശയമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ യാക്കോബും പത്രോസും ഒക്കെ ഇത് ചെയ്ത് കണ്ടപ്പോൾ ബാർണബാസ് പോലും പിന്മാറ്റത്തിലേക്ക് വന്നു. അപ്പോൾ പൗലോസിന് എതിർക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് പത്രോസിൻ്റെ മുഖത്ത് നോക്കി എതിർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി പത്രോസിനോടൊപ്പം. അവരുടെ കാപട്യത്താൽ ബാർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേഫായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? പത്രോസിനോട് അത്ര വ്യക്തമായിട്ട് പൗലോസ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. കാരണം സുവിശേഷ സത്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അത് പറ്റത്തില്ല എന്ന് പൗലോസ് പറഞ്ഞു. സുവിശേഷ സത്യം, അതിൽ മായം ചേർക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാരുടെ താല്പര്യത്തിന് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കാൻ പാടില്ല. രക്ഷയുടെ അനുഭവത്തിലേക്ക് യഹൂദർ മാത്രമല്ല വിജാതിയരെ വിളിക്കാനായ യേശുക്രിസ്തു വന്നത്. പൗലോസിനെ അതിന് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിജാതിയരുടെ അപ്പോസ്തലനായിട്ട്. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? അവർ താണജാതിയാണോ? അങ്ങനെയുണ്ട് ക്രിസ്തീയ സമൂഹത്തിലുണ്ടോ? ക്രിസ്തുവിൻ്റെ മക്കളായി രൂപാന്തരപ്പെട്ട നമ്മൾ താണജാതി എന്ന് പറയാനൊക്കുവോ? അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സുവിശേഷ സത്യവുമായിട്ട് പത്രോസിൻ്റെ ഈ പ്രവർത്തനം പൊരുത്തപ്പെടുന്നില്ല എന്ന് പൗലോസ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ പൗലോസിനെ ശ്രദ്ധിക്കേണ്ട വേറൊരു മേഖലയെന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കോരിന്ത്യർ വ്യതിചലിക്കുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. ക്രിസ്തുവിലുള്ള ലാളിത്യം, വിശുദ്ധി ആവശ്യമായ കാര്യമാണ്. ക്രിസ്തു എത്രയോ ലളിതമായൊരു ജീവിതമാണ് നയിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം കാലിക്കൂട്ടിൽ വന്ന് പിറന്ന് പൊതിഞ്ഞു വെക്കാൻ തുണിയില്ലായിരുന്നു, കിടക്കാൻ വീടില്ല, കാക്കകൾക്കും പറവകൾക്കും കൂടുകളൊക്കെയുണ്ട്.
ഈ മനുഷ്യപുത്രന് തലയായിക്കാൻ സ്ഥലമില്ല. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ തലചായ്ക്കാൻ സ്ഥലമില്ല. പിന്നെ യേശുവിൻ്റെ ജീവിതം മൊത്തം നമുക്ക് നോക്കാൻ അറിയാം. ലാളിത്യത്തിൽ വളർന്നു, ലാളിത്യത്തിൽ ജീവിച്ചു, നമ്മുടെ മാതൃകയാണ്. വിശുദ്ധിയിലും ജീവിച്ചു. ആർക്കെങ്കിലും എനിക്കെതിരായി ഏതെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ എന്ന് യേശു ചോദിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ ജീവിച്ചു. അങ്ങനെയുള്ള മാതൃക അനുസരിച്ച് ജീവിക്കുന്ന കൊരിന്ത്യർക്ക് അതിൽ നിന്ന് വ്യതിചലിക്കുമോ എന്ന് പൗലോസിന് ഒരു സംശയമുണ്ടായി. 2 കൊരിന്ത്യർ 11:3-4 വാക്യങ്ങളിൽ പറയുന്നു, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ. ഏദൻ്റെ പർദീസായിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സർപ്പം കയറി വന്ന് തന്ത്രപൂർവ്വം ഹവ്വായെ ചതിച്ചു. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് സുവിശേഷ സംരക്ഷണത്തിന് വേണ്ടി പൗലോസ് എത്രമാത്രം ബന്ധപ്പെട്ടു എന്ന് പറയുന്നത്. പൗലോസിലൂടെ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാൻ ചിലപ്പോൾ ഇടയുണ്ടാകും, സാധ്യതയുണ്ടാകും. സാത്താൻ ഇങ്ങനെ വന്ന് വഞ്ചിക്കുകയാണ്. ഞങ്ങൾ പ്രസംഗിച്ചതാണ് യഥാർത്ഥ സുവിശേഷം. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ വേറെ ആരെങ്കിലും വന്ന് വേറെ രീതിയിൽ പ്രസംഗിച്ചാൽ സ്വീകരിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ വ്യാഖ്യാനം അനുസരിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. ദൈവവചനം എഴുതപ്പെട്ടത് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അത് എന്ത് പറയുന്നു എന്ന് തുറന്നു നോക്കി പഠിക്കുവാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും നമുക്കുണ്ട്. അതിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ പാടില്ല. വേറെ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളരുത്. സുവിശേഷം പലതരത്തിൽ ഇങ്ങനെ അങ്ങ് വരികയാണ്. ഇല്ല, എഴുതപ്പെട്ട സുവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. പൗലോസ് പ്രസംഗിച്ച കാര്യങ്ങളുണ്ട്. അതല്ലാതെ വേറെ രീതിയിൽ ആൾക്കാർ അപ്പോസ്തലന്മാരും വ്യാജപ്രവാചകന്മാരും ഒക്കെ ഇങ്ങനെ നടന്ന് അങ്ങ് പഠിപ്പിക്കുക. സ്വീകരിക്കരുത്. എനിക്ക് അവിടെ ദർശനമുണ്ടായി, ഇവിടെ ദർശനമുണ്ടായി, ഞാൻ കണ്ടു, ക്രിസ്തുവിനെ ഞാൻ കണ്ടു, വന്നപ്പോൾ വഴിക്ക് വെച്ച് കണ്ട് എന്നോട് സംസാരിച്ചല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. കേൾക്കണ്ട, അങ്ങനെ കേൾക്കണ്ട. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനൊക്കെ കീഴടങ്ങുകയായിരിക്കും ചെയ്യുന്നത്. സഭയുടെ ക്ഷേമത്തെക്കുറിച്ച് പൗലോസ് വലിയ ആവേശമുണ്ടായിരുന്നു. റോമിലെ സഭാവിശ്വാസികളെ കാണാൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർക്കെന്തെങ്കിലും ഒരു ആത്മീയവരം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നൽകാൻ വേണ്ടിയാണ്. റോമിൽ സുവിശേഷ വേലയ്ക്ക് പൗലോസ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ സുവിശേഷ വേല നടന്നിരുന്നു. വളരെയധികം യഹൂദരും മറ്റാൾക്കാരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരുന്നു. അവരെ ഒന്ന് കാണാനും വിശ്വാസത്യങ്ങളൊക്കെ അവരോടുമായിട്ട് സംസാരിക്കാനും അവർക്ക് ചില ആത്മീയവരങ്ങൾ കൊടുക്കാനും ഒക്കെ പൗലോസിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവർക്ക് റോമാലേഖനത്തിൽ എഴുതി. റോമാലേഖനം 1:11 എഴുതിയിരിക്കുന്നു, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയവരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. വിശ്വാസികളായ ജനങ്ങളെ ഒന്ന് കാണാൻ പൗലോസ് ആഗ്രഹിക്കുക, അവർക്കൊരു ആത്മീയവരം കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്. കൊറിന്ത്യർക്കാർക്ക് പൗലോസ് ഒരു ലേഖനം എഴുതിയപ്പോൾ ഒരു ലേഖനം വലിയ ദുഃഖത്തോടു കൂടി എഴുതിയെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. വലിയ ദുഃഖത്തോടുകൂടി പൗലോസ് കൊരിന്ത്യർക്ക് ഒരു ലേഖനം എഴുതിയിരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 2:4 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വലിയ ദുഃഖത്തോടും ഹൃദയവ്യതയോടും വളരെ കണ്ണുനീരോടും കൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ്. കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവരെ നന്നാക്കാൻ വേണ്ടിയാണ്.
പൗലോസിന് കോറിന്ത്യർക്കാർക്ക് എഴുതേണ്ടി വന്നു. പൗലോസ് പറയുന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല, എൻ്റെ സ്നേഹം അവിടെ ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കാനാണ് അത് ഞങ്ങൾ എഴുതിയത്. അവരെ ശാസിച്ചുകൊണ്ട് അവരെന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് നേരെയാക്കാൻ വേണ്ടി പൗലോസ് എഴുതിയതാണ്. അപ്പോഴും പൗലോസ് പറയുന്നത് വലിയ കണ്ണുനീരോടും ദുഃഖത്തോടും കൂടിയാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത് എന്ന്. എഫേസോസ്കാരുടെ മുമ്പിൽ പൗലോസിന് ഇതുപോലെ കണ്ണുനീരോടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൗലോസ് കണ്ണുനീരോടുകൂടി എഫേസോസ്കാരെ 3 വർഷം ഉപദേശിച്ചു. എഫേസോസ് പ്രദേശത്ത് സഭ സ്ഥാപിച്ചത് പൗലോസാണ്. 3 വർഷമാണ് അവരുടെ കൂടെ നിന്ന് അവരോട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തത്. അതിനെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നത് കണ്ണുനീരോടുകൂടി 3 വർഷം നിങ്ങളെ പഠിപ്പിച്ചു. പൗലോസിൻ്റെ വിടവാങ്ങലുണ്ട് എഫേസോസിൽ നിന്ന്. വിടവാങ്ങലിൽ നടത്തിയ ആ പ്രസംഗവും അവരെ ചെയ്ത അവരുടെ റെസ്പോൺസും ഒക്കെ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 31-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ, 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. യാത്ര പറയുമ്പോൾ അവർക്ക് സങ്കടമുണ്ടായി, അവരെ കപ്പൽ വരെ അവനെ അനുഗമിച്ച് യാത്രയാക്കിയെന്നൊക്കെ ഉണ്ട്. 3 വർഷം കണ്ണുനീരോടുകൂടിയാണ് അവരുടെ കൂടെ ഇരുന്നവരെ പഠിപ്പിച്ചത്. ഇനി നമ്മൾ 8-ാമത്തെ അടുത്ത വാക്യത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നതിന് ദൈവം തന്നെ സാക്ഷി. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവം തന്നെയാണ് അതിന് സാക്ഷി. ദൈവത്തെ സാക്ഷിയാക്കിക്കൊണ്ടുള്ള അപേക്ഷകൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും. ദൈവം സാക്ഷിയാക്കിക്കൊണ്ട് പൗലോസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ചില സംഭവങ്ങൾ നടന്നതായിട്ട് ബൈബിളിൽ വേറെ സൂചനകളുണ്ട്. 1-2 നമുക്കൊന്ന് കാണാം. ശമൂവേൽ ഇസ്രായേൽക്കാരുടെ മൊത്തത്തിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപനായിരുന്നു. ആ പദവിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുന്ന പ്രായമായി കഴിഞ്ഞിട്ട് വിടവാങ്ങുമ്പോൾ അദ്ദേഹം ചെയ്ത ചില പ്രസംഗമുണ്ട്, ചില വാചകങ്ങളുണ്ട്. ജനങ്ങളോട് ചോദിച്ചു, ആരെയെങ്കിലും ഞാൻ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ന്യായാധിപനായിട്ട്, നല്ലൊരു ന്യായാധിപനായിട്ട് ശമൂവേൽ അവിടെ പ്രവർത്തിച്ചു. ആരെയും വഞ്ചിച്ചുമില്ല, ആരെയും ഞെരുക്കിയിട്ടുമില്ല. അപ്പോൾ യാത്ര പറയുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളെ ആരെയെങ്കിലും ഞാൻ വഞ്ചിക്കുകയോ നിങ്ങളെ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതിന് ജനമൊരുത്തരം കൊടുക്കുന്നുണ്ട്. 1 ശമൂവേൽ 12-ാം അധ്യായം 5-ാം വാക്യം, അവൻ അവരോട് പറഞ്ഞു, ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. ഇതിനാരാണ് സാക്ഷി നിൽക്കുന്നത്? ഈ കാര്യം പറയുന്നതിൽ കർത്താവ് തന്നെ. കർത്താവ് അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അവർ പ്രതിവചിച്ചു, അതേ, കർത്താവ് സാക്ഷി. ശമൂവേൽ പ്രവാചകൻ, ന്യായാധിപൻ പറഞ്ഞത് ശരിയാണ്, കർത്താവാണ് അതിന് സാക്ഷി. ജനവും പറഞ്ഞു. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് ഇങ്ങനെ പറയുന്നു, എൻ്റെ സാക്ഷി സ്വർഗത്തിലിരിക്കുന്നു എന്ന്. ദൈവത്തെക്കുറിച്ചാണ്. യോബ് 16:19, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. എനിക്കങ്ങനെ ഒരു സാക്ഷിയുണ്ട് സ്വർഗത്തിൽ, അവൻ എൻ്റെ ജാമ്യക്കാരനോടാണ് സ്വർഗത്തിലിരിക്കുന്നു. നമുക്കുമുണ്ട് എന്നർത്ഥം. ഫിലിപ്പിയിലുള്ള ആ വിശ്വാസികളെ കാണാൻ പൗലോസിനൊരു ആഗ്രഹമുണ്ടെന്നുള്ളത് പറഞ്ഞു. ആ ആഗ്രഹം തന്നെ എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിൻ്റെ വാത്സല്യത്തോടെ. വാത്സല്യമാണ്, സ്നേഹമാണ് അതിൻ്റെ കാരണം. നിങ്ങളെ വീണ്ടും ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തോടു കൂടി. അപ്പോൾ സഹോദര സ്നേഹത്തിന് അത്ര പ്രാധാന്യമാണ് പൗലോസ് എടുത്തു കാണിക്കുന്നത്. സഹോദര സ്നേഹത്തിൻ്റെ പ്രാധാന്യം ബൈബിളങ്ങ് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്. 1 സുഭാഷിതങ്ങൾ 10:12 എഴുതിയിരിക്കുന്നു, വിദ്വേഷം കലഹമിളക്കി വിടുന്നു,
സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് പൗലോസിൻ്റെ ഒരു അധ്യായം ഉണ്ടല്ലോ, 1 കൊരിന്ത്യർ 13 അധ്യായം, സ്നേഹഗീതം. അതിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 13 1 വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? ആ അധ്യായം മുഴുവനും അത് വായിച്ച് പഠിക്കേണ്ടതാണ്. സ്നേഹത്തിൻ്റെ പ്രാധാന്യം, സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞാണ് പൗലോസ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. പത്രോസ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട്. 1 പത്രോസ് 4:8, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. യോഹന്നാൻ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 2:10, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. പ്രകാശം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിലാണ് വസിക്കുന്നത്, യേശുവിനോടൊപ്പം അങ്ങ് വസിക്കുക, അവന് യാതൊരു ഇടർച്ചയും ഉണ്ടാകത്തില്ല. സ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചില പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം. 1, സ്നേഹം നിഷ്പക്ഷമായിരിക്കണം. ഏതെങ്കിലും ഒരാളുടെ പക്ഷം ചേർന്ന് അവന് വേണ്ടി വാദിക്കുന്നതൊന്നുമല്ല സ്നേഹം. പക്ഷം ചേരുന്നതേ സ്നേഹത്തിൻ്റെ പ്രത്യേകതയല്ല. സ്നേഹം നിഷ്പക്ഷമായിരിക്കണം. യഹൂദന്മാരോട് പറയുമ്പോൾ പരദേശികൾ അവരുടെ കൂടെ ഇടയ്ക്ക് താമസമുണ്ട്. ആ പരദേശികളോ നിങ്ങൾ പരദേശികളാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമല്ല, അവരെ പരദേശി എന്ന് കരുതി അവരെ സ്നേഹിക്കാതെ ഇരിക്കരുത്. നിയമാവർത്തനം 10:19 എഴുതിയിരിക്കുന്നു, പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. അവൻ പരദേശിയെന്ന് പറഞ്ഞ് നിങ്ങൾ അവൻ്റെ അടുത്തോട്ട് പോയി സംസാരിക്കാതിരിക്കുകയും അവനെ സ്നേഹിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളെല്ലാവരും ഒരു കാലത്ത് ഈജിപ്തിൽ പരദേശികളായിട്ട് താമസിച്ചവരല്ലേ, അത് ഓർത്തോണം. വേറൊരു കാര്യം, സ്നേഹത്തിന് നിസ്വാർത്ഥമായിരിക്കണം. നമ്മുടെ സ്വന്തം കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ നടത്തും. നിസ്വാർത്ഥമായ സ്നേഹത്തിനെ പ്രാധാന്യമുള്ളൂ. മത്തായി 22:39 പറയുന്നു, രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുക, രണ്ടാമത്തേത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തേതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. യേശു കർത്താവ് ചെയ്തതുപോലെ നമ്മൾ ശിഷ്യന്മാരാണല്ലോ, സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടെന്ന് മനസ്സിലിരുന്നാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. യോഹന്നാൻ 13:14-15 വാക്യങ്ങളും, നിങ്ങളുടെ കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി എങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. ഇത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല, എന്നാൽ ആത്മീയ അർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു. പക്ഷേ ഭൂരിപക്ഷം പേരും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന തോന്നുന്നത്. സഭയുടെ അക്രമമനുസരിച്ച് വർഷത്തിലൊരിക്കൽ കാൽകൽകൾ ശുശ്രൂഷ നടത്തുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ ശുശ്രൂഷ അങ്ങ് നടത്തപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയല്ലോ, ഞാനൊരു മാതൃക തന്നിരിക്കുക, നിങ്ങളും അങ്ങനെ ചെയ്യണം. പച്ചവെള്ളം എടുത്ത് താലത്തിൽ കൊണ്ടുവന്ന് പാദങ്ങൾ കഴുകുന്ന ആ പ്രക്രിയയെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നാം വലിയ ആൾക്കാരാണെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നാം എല്ലാവരുടെയും ദാസനായിരിക്കണം. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. നമ്മളാണ് ദാസൻ, അവൻ യജമാനനാണെന്നുള്ള
ആ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് വേണം അവനോട് എല്ലാ കാര്യങ്ങളിലും സംസാരത്തിലാണേലും അവനോട് പെരുമാറുന്നതിലാണേലും അവന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിനാണേലും നാം ഏർപ്പെടേണ്ടത്. അവൻ യജമാനനും ഞാൻ ദാസനും. ഇതാണ് കർത്താവിൻ്റെ മാതൃക. ഞാനൊരു മാതൃക കാണിച്ചെന്ന് നിങ്ങളതുപോലെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമായി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഊതി പറയുന്നു. വേറൊരു കാര്യം സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, സ്നേഹത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത്, മാനദണ്ഡമെന്ന് പറയുന്നത് അത് യേശുക്രിസ്തു തന്നെയാണ്. എത്രമാത്രം സ്നേഹിക്കണം? പത്രോസൊരിക്കൽ ചോദിച്ചില്ലയോ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അത് യഹൂദന്മാരുടെ ക്രമമായി 7 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളത്. ഞാൻ 7 പ്രാവശ്യം ക്ഷമിക്കണോ? യേശു പറഞ്ഞു 7 എന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്, 7 70 പ്രാവശ്യം ക്ഷമിക്കുക. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് അതിൻ്റെ അളവുകോൽ. യേശുക്രിസ്തു എങ്ങനെ സ്നേഹിച്ചു? നമുക്ക് വേണ്ടി ജീവൻ നൽകി സ്നേഹിച്ചു. സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുക, സമർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ മാനദണ്ഡം. യോഹന്നാൻ 15:12 പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. 5-ാമത്തെ ഒരു കാര്യം, സ്നേഹം പരമാർത്ഥമായിരിക്കണം. ഈ ഭാഗ്യമായ കാപഠ്യമായ രീതിയിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിലല്ല, അതിനർത്ഥമില്ലല്ലോ. സ്നേഹം പരമാർത്ഥമായിരിക്കണം. റോമർ 12:9 നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവീൻ, നന്മയെ മുറുകെ പിടിക്കുവീൻ. വേറൊരു ആശയം, സ്നേഹം സമൃദ്ധമായിരിക്കണം. ഇത് അല്പമെന്നുള്ള കണക്കുള്ളതും കൂടുതലെന്നുള്ള കണക്കുള്ളതും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കണം. ഒരാൾ ഭിക്ഷയ്ക്ക് വന്നാൽ 1 രൂപ കൊടുക്കാം, 10 രൂപ വേണേൽ കൊടുക്കാം, 500 രൂപ നോട്ട് വേണേൽ കൊടുക്കാം. അല്ല, അവൻ്റെ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് വളരെ ഉദാരമായിട്ട് സംഭാവന ചെയ്യാം. ഏതായാലും സ്നേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അത് സമൃദ്ധമാകണം. ചെറുതായിട്ടൊന്ന് സ്നേഹിച്ചു എന്ന് വന്നാൽ പോരാ, സമൃദ്ധമാകണം. 1 തെസ്സലോനിക്ക 3:12 ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾ തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, സ്നേഹം സമൃദ്ധമാകണം. എങ്ങനെ സമൃദ്ധമാകും? വളർന്ന് സമൃദ്ധമാകും. അത് വളരുന്ന ഒന്നാണ്. ചെടി ആദ്യം നടുമ്പോൾ ചെറുതാണ്, പിന്നെ അത് വളർന്ന് വലുതാകും. അപ്പോൾ സ്നേഹത്തിൻ്റെ ആരംഭം ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും തുടങ്ങുന്നത്, പക്ഷെ അത് വളർന്ന് സമൃദ്ധമാകണം. അപ്പോൾ വളരുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളതെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കണം. അത് വളർന്ന് വരണം. വേറൊരു ആശയം, സ്നേഹം അത് ഉറ്റ സ്നേഹമായിരിക്കണം. 1 പത്രോസ് 1:22 പറയുന്നു, സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കുവിൻ. ഗാഢമായി പരസ്പരം സ്നേഹിക്കുവിൻ നമ്മളോട് പറഞ്ഞിരിക്കുക ബൈബിൾ. അതുകൊണ്ടങ്ങനെ നമ്മൾ ചെയ്യണം. സഹോദര ആ സ്നേഹത്തിൻ്റെ ഗാഢമായി സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ് ബൈബിളിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. 1-2 നമുക്ക് നോക്കാം. യോനാഥാന് ദാവീദിനോടുള്ള സ്നേഹം. പഴയ നിയമത്തിൽ നിന്നാണ് ദാവീദ് രാജാവിനെ യോനാഥാൻ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് 1 ശമൂവേൽ 18:3 പറയുന്നു, യോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ജീവനെ പോലെ തന്നെ അവൻ്റെ ജീവൻ, യോനാഥാൻ്റെ ജീവനെ പോലെ തന്നെ ദാവീദിൻ്റെ ജീവൻ പ്രാണതുല്യം സ്നേഹിച്ചു, ഒരു ഉടമ്പടിയും ഉണ്ടാക്കി. എഫെസോസുകാരുടെ കാര്യം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. പൗലോസിൻ്റെ സ്നേഹം അത്രമാത്രം ഗാഢമായിരുന്നു.
ആ യാത്രയപ്പിലെ പ്രസംഗത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 20:38 ഇങ്ങനെ പറയുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു വാക്യം പൗലോസ് അങ്ങ് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല. പൗലോസിനെ ഇനിയും ഒന്ന് കാണാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമെന്ന് അവർ വിചാരിച്ച് കാണും. ഇപ്പോൾ പോവുകയാണല്ലോ. പക്ഷേ പൗലോസ് ഒരു കാര്യം പറഞ്ഞു. പൗലോസിൻ്റെ മരണത്തെക്കുറിച്ച് പൗലോസിൻ്റെ ഓർമ്മയിലുണ്ട്, അത് പൗലോസിന് അറിയാം. അതുകൊണ്ട് ഇനിയും തിരിച്ചു വരത്തില്ലെന്ന് പൗലോസിൻ്റെ ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഈ യാത്ര ഇത്ര ഗാഢമായിട്ടങ്ങ് പറഞ്ഞത്. അപ്പോൾ പൗലോസ് പറഞ്ഞു, എൻ്റെ മുഖം ഇനിയും നിങ്ങൾ ദർശിക്കത്തില്ല. അത് പറഞ്ഞപ്പോഴത്തേന് എഫേസോസുകാർ ഹൃദയം പൊട്ടി കരഞ്ഞു പോയി. കാരണം അവരും എഫേസോസുകാരും പൗലോസും തമ്മിലുള്ള സ്നേഹം അത്രമാത്രം ഗാഢപൂർവമായ സ്നേഹമായിരുന്നു. ഇനിയും കാണുകയില്ലയോ എന്ന് അവർ പിന്നെ പൗലോസിനെ കപ്പലിൽ കയറ്റി അയക്കാനായിട്ട് കപ്പലിൻ്റെ അടുത്ത് വരെ ചെന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് ഒക്കെയാണ് പൗലോസിനെ അയച്ചത്. അത്രമാത്രം സ്നേഹബന്ധമായിരുന്നു അത്. പൗലോസ് 2 വ്യക്തികളെക്കുറിച്ച് പലരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 2 വ്യക്തികളെക്കുറിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് പ്രിസ്കായും അക്വിലായും. റോമാ ലേഖനം 16:3-4 പൗലോസ് ഇങ്ങനെ എഴുതുന്നു. റോമാലേഖനത്തിൽ, യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും വന്ദനം പറയുകയും അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, വിജാതിയരുടെ സകല സഭകളും അവർക്ക് വന്ദനം പറയുന്നു. പൗലോസ് അക്വിലായും പ്രിസ്കായെയും കുറിച്ച് എഴുതുമ്പോൾ അവർ 2 പേരും റോമിലുണ്ടായിരുന്നെന്നും അവിടുന്ന് റോമിൽ നിന്ന് എല്ലാവരെയും ഇറങ്ങിപ്പോകാൻ അവിടെ ചക്രവർത്തി പറഞ്ഞതനുസരിച്ചാണ് ക്രിസ്ത്യ വിശ്വാസികൾ യഹൂദരും ക്രിസ്ത്യവിശ്വാസിയായ പ്രിസ്കായും അക്വിലായും ഭാര്യഭർത്താക്കന്മാരാണ്. അവരും റോമിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവർ പിന്നെ പൗലോസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ പൗലോസിന് ആ പണി അറിയാം. പൗലോസ് അവരോട് ചേർന്ന് കൂടാരപ്പണി ചെയ്താണ് പൗലോസിനും കൂട്ടർക്കും സഭാപ്രസംഗത്തിനും സഭയുടെ പ്രവർത്തനത്തിനുള്ള ചെലവിനുമൊക്കെ പൗലോസ് പണം കണ്ടെത്തിയത് സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്തിട്ടാണെന്ന് പൗലോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരുടെ സംഭാവന സ്വീകരിച്ചിട്ടൊന്നുമല്ല, എൻ്റെ കൈകൊണ്ട് ജോലി ചെയ്ത് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആശയം പൗലോസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അക്വിലായുടെയും പ്രിസ്കായുടെയും കൂടാണ് പൗലോസ് ചേർന്ന് ജോലി ചെയ്തത്. ഇവർ നല്ല പ്രവർത്തകരായിരുന്നു. അവരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൗലോസ് പറയുന്നത് എൻ്റെ ജീവന് വേണ്ടി പകരം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനത്തെ സാഹചര്യം വരെയാണ്. അതുകൊണ്ട് അവർക്ക് വന്ദനം പറയുവീൻ. വിജാതിരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അപ്പം വിജാതിരുടെ സകല സഭകളും ഇവർക്ക് നന്ദി പറയണമെങ്കിൽ അവരുടെ പ്രവർത്തനം അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ 9-ാം വാക്യത്തിലൂടെ കടക്കാം. 9-ാം വാക്യം, നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ച് വരട്ടെ. സ്നേഹം വർദ്ധിച്ച് ആത്മീയ വളർച്ച ഉണ്ടാകണം. സ്നേഹം വളരണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ സ്നേഹം വളരുമ്പോൾ നമ്മുടെ ആത്മീയമായി നമ്മൾ വളരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വശമാണ് ഈ നൽകുക എന്നുള്ളത്. സന്തോഷപൂർവ്വം നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമുക്ക് പലർക്കും സഹായങ്ങൾ ചെയ്യാം, മനസ്സോട് ചെയ്യാം, ദുഃഖത്തോടു കൂടി കൊടുക്കാം, അവർ ചോദിച്ചത് കൊണ്ടും കൊടുക്കുക എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. അല്ല, നമ്മൾ ചെയ്യുമ്പോൾ സ്നേഹപൂർവ്വം നൽകണം. അവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:10-11 വാക്യം, വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ, അത് ദൈവം തന്നെ, നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നമുക്ക് ഈ ശീലമുണ്ടെങ്കിൽ നമുക്കും ഇങ്ങോട്ട് ദൈവം തരും. വിതയ്ക്കാനുള്ള വിത്ത് അത് തരും, അത് വർദ്ധിപ്പിക്കും.
നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ദൈവം നമുക്ക് തരും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. പൗലോസ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ സമ്പന്നരാക്കുന്നു, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ സമ്പന്നരാക്കുന്നു. നല്ലത് തന്നെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ, സമ്പന്നരാക്കുന്നു. ദാരിദ്ര്യത്തിൽ ജീവിക്കാനല്ലല്ലോ ആഗ്രഹിക്കുന്നത്, സമ്പന്നരാകണം. ദൈവം നമ്മളെ അങ്ങ് സമ്പന്നരാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എന്തിനാണ് ദൈവം നമ്മളെ സമ്പന്നരാക്കുന്നത്? അതിവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നു. എന്തിനാ നമ്മളെ സമ്പന്നരാക്കുന്നത്? നമ്മൾ ഉദാരശീലരാകേണ്ടതിന്. കിട്ടുന്നെല്ലാം ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കാനല്ല. എന്തിനാണ്? ഉദാരശീലർ ആകേണ്ടതിന് ദൈവം നമ്മളെ സമ്പന്നരാക്കുന്നു. അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി കൃതജ്ഞത സ്തോത്രം ദൈവത്തിന് പറയുന്നു. രണ്ടാമതൊരു കാര്യം, ഈ സ്നേഹത്തിൻ്റെ കാര്യമാണ്. ആത്മീയമായി വളരണമെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് വളരണം. എഫെസോസ് 4:15 സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. മൂന്നാമതൊരു കാര്യം, ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് പടിപടിയായിട്ടുള്ളൊരു വളർച്ചയാണ്. പടിപടിയായി ആത്മീയ വളർച്ച പ്രാപിക്കണം. അല്ല അങ്ങോട്ട് നട്ടു, ഒരു ചെടി നട്ടു, പിറ്റേ ദിവസം അങ്ങ് വലിയ മരമായി ഫലം ഉണ്ടാകും, അങ്ങനെ അല്ലല്ലോ. ഇത് വളർച്ച പടിപടിയായിട്ടാണ്. ആത്മീയ വളർച്ചയും പടിപടിയായിട്ടാണ്. 2 പത്രോസ് 1:7-8 ഇങ്ങനെ പറയുന്നു, ജ്ഞാനത്തെ സംയമനം കൊണ്ടും സംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവീൻ. ഇവ നിങ്ങളിലുണ്ടായിരിക്കുകയും സമൃദ്ധമാകുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ചില വാക്കുകൾ ശ്രദ്ധിച്ചോണം, അതിങ്ങനെ വന്ന് വളരണമെന്നാണ്. ജ്ഞാനം, ആത്മസംയമനം, ക്ഷമ, ഭക്തി, സഹോദര സ്നേഹം, ഉപവി, ഇങ്ങനെ അങ്ങോട്ട് വളർന്ന് വരണം. അങ്ങനെ നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കണം. അത് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, പൂർണ്ണമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഇത് സഹായിക്കും. നമ്മൾ ആത്മീയമായി വളരണമെങ്കിൽ ഇതെല്ലാം വേണം, പടിപടിയായിട്ട് ഇങ്ങനെ വരണം. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അതിന് സഹായിക്കും. ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് അറിവ് വരണം, അറിവ് വളർന്ന് അതും പൂർണ്ണമാകണം. അറിവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് പടിപടിയായി ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടാകണം. അത് ദൈവവചനം പഠിക്കുമ്പോഴാണ്, അല്ലാതെങ്ങനെ. അപ്പം അത് പഠിക്കണം, അറിവുണ്ടാകണം, അത് പൂർണ്ണമായി തീരും. അപ്പോൾ ആത്മീയമായ വളർച്ച ഈ ക്രമത്തിൽ അങ്ങ് ഉണ്ടാകുകയും ചെയ്യും. ഇനി ഞാൻ 10ാമത്തെ വാക്യം എന്ന് വായിക്കുകയാണ്. അങ്ങനെ ഉത്തമമായവ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയ വളർച്ച അങ്ങ് വരണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ ഉത്തമമായ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്തമമായവ തിരഞ്ഞെടുക്കണമെന്നാണല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹം. 2 കാര്യങ്ങളിരിക്കുന്നു. ഇതിൽ ഏതാ വാങ്ങിക്കേണ്ടത്? കടയിൽ ചെന്നു ഏറ്റവും നല്ലത് വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ലത് വാങ്ങിക്കണം. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കാര്യമാണ്. അതിന് നമ്മളിങ്ങനെ ചിലപ്പോൾ ഏതാ എടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിഷമിക്കാറുണ്ട്. ദൈവത്തോട് ചോദിച്ച് ഉത്തരം കിട്ടണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. നമ്മളിപ്പോൾ പറയുന്നത് ആത്മീയമായ തലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു പ്രശ്നം വരുമ്പോൾ അത് ദൈവത്തോട് നമ്മൾ ചോദിച്ച് ഉത്തരം നമുക്ക് കിട്ടും. ഇപ്പം ഇവിടെ പറഞ്ഞത് ഉത്തമമായി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയാൽ ആത്മീയ വളർച്ച ഉണ്ടായാൽ സാധിക്കുമെന്നാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ നമുക്ക് നടത്തേണ്ടി വരും.
ഉത്തമമായവ തിരഞ്ഞെടുക്കണമല്ലോ. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകും. അതങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം തന്നെ നടത്തിയിട്ടുള്ള ചില തിരഞ്ഞെടുപ്പുകൾ ബൈബിളിൽ ഉദാഹരണങ്ങളുണ്ട്. 1-2 എണ്ണം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, 430 വർഷം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞ സ്വന്തം ജനമായ ഇസ്രയേലിനെ മോചിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു. ദൈവത്തിനൊരു നിശ്ചയമാണ്. 430 വർഷം അവർ അടിമകളായിരുന്നല്ലോ, എൻ്റെ സ്വന്തം ജനം, ഇനി അവരങ്ങനെ അടിമകളായിട്ടിരിക്കേണ്ട, അവരെ മോചിപ്പിക്കുകയാണ് ദൈവം തീരുമാനിച്ചു. പുറപ്പാട് 6:5-6. ഈജിപ്തുകാർ അടിമകളായിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു, എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും, നിങ്ങളെ വീണ്ടെടുക്കും. കർത്താവ് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇസ്രയേലിനെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തതും കർത്താവ് നേരിട്ട് ചെയ്തതാണ്. നിയമാവർത്തനം 7:6 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോസ്തലന്മാരെ കുറച്ച് ആൾക്കാർ ഞങ്ങൾക്കൊരു ഗുരു വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന ഒരാളെ തിരഞ്ഞെടുത്തതല്ല, യേശുക്രിസ്തുവാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15:16, നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഞാനാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ 11-ാം വാക്യത്തിലോട്ടൂടെ കയറുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷരുമായി ഭവിക്കട്ടെ. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ, അങ്ങനെ ഒരു സൂചന ഇവിടെ ഉണ്ട്. ദൈവം മുൻപാകെ എന്താണ് ഈ നീതി? നീതിയുടെ അവസ്ഥ എന്നത് ക്രിസ്തു വിശ്വാസിയുടെ വളർച്ചയും പുരോഗതിയുമാണ്. ഒരാൾ ക്രിസ്തു വിശ്വാസിയാണെന്ന് പറയുന്നു, അവന് അതിലൊന്ന് വളർന്ന് അതിലൊരു പുരോഗതി ഉണ്ടാകുന്നോ, അങ്ങനെ ഉണ്ടാകുന്നോ എന്നായി നോക്കുന്നത്. അവന് ആ വളർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നെങ്കിൽ അവൻ നീതിയുടെ അവസ്ഥ വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, ആദ്യത്തെ പോലെ അങ്ങ് ഇരിക്കുന്നേ ഉള്ളെങ്കിൽ അവൻ വളരുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരു കുഞ്ഞെന്നും കുഞ്ഞായിട്ടിരുന്ന പോരല്ലോ, വളർന്നു വരണമല്ലോ, ആത്മീയമായ വളർച്ച വരണം. അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസിയുടെ വളർച്ചയും ആ പുരോഗതിയുമാണ്. എന്നാൽ ആ പദവി ഓരോ വ്യക്തിയും അവരവർ തന്നെ നേടിയെടുക്കുന്ന ഒന്നല്ല. ഈ വളർച്ച വേണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വളർച്ചയല്ല. ഒരു കുഞ്ഞെങ്ങനെ വളരുന്ന, അമ്മ അതിന് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കൊടുത്ത് തീറ്റിച്ച് വളരുന്നു. ആത്മീയ വളർച്ചയ്ക്കും അങ്ങനെയാണ്. കർത്താവ് തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്, നമ്മളങ്ങ് വളരുമല്ല. പിന്നെയോ അത് ദൈവത്താൽ തന്നെ ആരംഭമിട്ടതാണ്. ആ വളർച്ചയുടെ ആരംഭം ദൈവം തന്നെ ഇട്ടതാണ്. ഇവിടെ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ, ആരാരംഭിച്ചത്? യേശുക്രിസ്തു. സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും, ഇതാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ആരംഭമിട്ടതും അവൻ പൂർത്തിയാക്കും. ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിലാണ് അത് പൂർണ്ണത പ്രാപിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:9 ഇനി വരുന്ന ഒരു ഭാഗമാണ് എങ്കിൽ ആ വാചകം നമുക്ക് നോക്കാം. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അപ്പോൾ ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്, നിയമത്തിൽ നിന്നല്ല, വിശ്വാസത്താലുള്ള നീതിയാണ് എന്ന് പറയുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് 3-ാം അധ്യായം 9-ാം വാക്യം ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം.
ഇനി നമുക്ക് ഈ 10-ാമത്തെ വാക്യത്തിലെ 11-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നിഷ്കളങ്കരും നിർദോഷരുമായി തീരണമെന്നാണ് നമ്മളുടെ പൗലോസ് പറഞ്ഞു നിർത്തുന്നത്. ഈ നിഷ്കളങ്കത, അതിനെക്കുറിച്ച് നമ്മളൊരു ഇച്ചിരി ഒന്ന് അറിഞ്ഞിരിക്കണം. മത്തായിയുടെ സുവിശേഷം 10:16 യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. നമ്മൾ ചെല്ലുന്നത് ഈ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. നമ്മൾ ചെമ്മരിയാടുകളാണ്, പക്ഷെ ചെല്ലുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്. നമുക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത വിവേകികളായിരിക്കണം. രണ്ടാമത്തെ കാര്യം നിഷ്കളങ്കരായിരിക്കണം. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ചെന്നെന്ന് വിചാരിച്ച് നിഷ്കളങ്കതയൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട, വിവേകവും നഷ്ടപ്പെടുത്തേണ്ട. വിവേകികളും നിഷ്കളങ്കരുമായിരിക്കണം. ഹെബ്രായ ലേഖനത്തിൽ യേശു കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. ഹെബ്രായ ലേഖനം 7:26. യേശുവിൻ്റെ ആ സ്വഭാവ വിശേഷതകൾ എബ്രായ ലേഖൻ പൗലോസ് എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കേണ്ടത് ഉചിതമായിരുന്നു. അങ്ങനത്തെ ഒരു പ്രധാന പുരോഹിതനാണ് നമുക്ക് ഉള്ളത്. നിഷ്കളങ്കനുമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ആത്മീയ ഫലങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. ആത്മീയ ഫലങ്ങളുടെ സമൃദ്ധി ഉണ്ടാകണം. അനേകം ഫരീസ്യരും സദൂക്കായരും സ്നാനമേൽക്കാനായി സ്നാപയോഹന്നാൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മത്തായി 3:8-9, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായി അബ്രാഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയൊന്നും വേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെന്താ ചെയ്യേണ്ടത്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ ഞങ്ങളുടെ അപ്പൻ അങ്ങ് അബ്രാഹാമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. യോജിച്ച ഫലം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. കൊളോസോസ് 1:10 പറയുന്നു, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്ത് നോക്കേണ്ടത്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഫലദായകമാകണമല്ലോ, അല്ലാതെ ചെയ്തിട്ട് ശൂന്യമാകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഫലദായകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് പ്രീതിജനകവുമായ ജീവിതം നയിക്കണം. അപ്പോൾ ഇതെല്ലാം അങ്ങ് ഫലവത്താകും. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ഈ ആത്മീയ ഫലങ്ങളുടെ അതിന് ചില സവിശേഷതകളുണ്ട്. പെട്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ജീവിതകാലമൊക്കെയും അത് ഫലം കായ്ക്കും. കുറേ നാളൊക്കെ ഫലം കായ്ച്ചു പിന്നെ അങ്ങ് റെസ്റ്റ് എടുത്ത് വീട്ടിയിരിക്കുമല്ല, ജീവിതകാലമൊക്കെയും ഫലം കായ്ക്കും. സങ്കീർത്തനം 92:13-14 വാക്യങ്ങൾ, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. വാർദ്ധക്യമായി എന്ന് വിചാരിച്ച് ഫലം പുറപ്പെടുവിക്കാതിരിക്കത്തില്ല, ഫലം പുറപ്പെടുവിക്കും. വേറൊന്ന്, തുടർമാനമായിട്ട് ഫലം ലഭിക്കും. ആദ്യം 2 വർഷം ഫലം കായ്ക്കും, പിന്നില്ലാതായി പോകുന്നതല്ല. എസെക്കിയാ 47:12 പറയുന്നു, നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകളുടെ രോഗശമനത്തിനും ഉപകരിക്കുന്നു. വേറൊരു കാര്യം കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്, മൂന്നാമത്തേതായിട്ട്, നല്ല നിലത്തിൽ മാത്രമേ ഈ വളർച്ച വരികയുള്ളൂ. മത്തായി 13:8, മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം നൽകി. നല്ല സ്ഥലത്ത് വീഴണം. നമ്മൾ തന്നെ നല്ല സ്ഥലമാക്കി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തി അങ്ങനെ കാത്തിരിക്കണം. അവിടോട്ട് വിത്ത് വീഴുമ്പോൾ നല്ല 100 മേനി ഫലം വരെ പുറപ്പെടുവിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട പലതരത്തിലുള്ള ഫലമുണ്ട്. ഗലാത്യ 5:22-23, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായിട്ട് ഒരു നിയമവുമില്ല. പിന്നെ ഇതെല്ലാം പ്രകാശത്തിൻ്റെ ഫലങ്ങളാണ്. എഫെസ്യർ 5:9, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവീൻ, പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്.
വേറൊന്ന് ഉന്നതത്തിൽ നിന്നാണ് ഇതെല്ലാം ഉളവാക്കുന്നത്. യാക്കോബ് 4:17-18 ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും, വിനീതവും, വിധേയത്വമുള്ളതും, കാരുണ്യവും സൽഫലവും നിറഞ്ഞതാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. ഇനി ഫലത്തിന് ചില വ്യവസ്ഥകൾ അത് ഉണ്ടാകണമല്ലോ. ഫലം എങ്ങനെ അതിൻ്റെ ചില വ്യവസ്ഥകൾ നമ്മൾ ചിന്തിക്കാം. ഒന്ന്, ജീവജലവുമായിട്ടൊരു സമ്പർക്കം വേണം. സങ്കീർത്തനം 1:3 നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പിന്നെ ആദ്യമായ ഗ്രാഹ്യ ശക്തി വേണം. മത്തായി 13:23 വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണത്. വചനം കേട്ടിട്ട് അതൊന്ന് ഗ്രഹിക്കണം, അതാണ് നല്ല സ്ഥലം. 3, പഴയ ജീവിതത്തെയൊക്കെ മരിപ്പിക്കണം. യോഹന്നാൻ 12:24 സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ഈ ലോക ജീവിതത്തെ മരിപ്പിക്കുക, ഈ മറ്റ് പൈശാചികമായ നമ്മുടെ പഴയ ജീവിതം അതില്ലാതാക്കിയിട്ട് അത് അഴുകിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ വരിക, ഫലം പുറപ്പെടുവിക്കും. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഫിലിപ്പിയർ 1:7-11 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷ സംരക്ഷണത്തിന് വേണ്ടി പൗലോസ് ചെയ്തത് നാം മനസ്സിലാക്കി. സഹോദര സ്നേഹത്തെക്കുറിച്ച് നാം പഠിച്ചു. സ്നേഹത്തിനുള്ള ചില പ്രത്യേകതകളും നാം മനസ്സിലാക്കി. സഹോദര സ്നേഹത്തിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളും നാം കണ്ടു. നീതിയുടെ ഫലങ്ങൾ നാം വിശദമാക്കി പഠിച്ചു. 162 എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ ഫിലിപ്പിയർ 1:12 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.